നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിലും കർക്കിടക വാവ് ബലിതർപ്പണം നടത്താൻ ആറാട്ടുപുഴ മന്ദാരം കടവിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പ്രാപ്തി നേടിയെത്തിയത് ആയിരങ്ങൾ. VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ചേർപ്പിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് രാമായണ മാസാചരണം നടന്നു. രാമായണ പാരായണത്തോടൊപ്പം വിപുലമായ പരിപാടികളും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിലും കർക്കിടക വാവ് ബലിതർപ്പണം നടത്താൻ ആറാട്ടുപുഴ മന്ദാരം കടവിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പ്രാപ്തി തേടിയെത്തിയത് ആയിരങ്ങൾ. കർക്കടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹൈന്ദവർ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും. എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. ആറാട്ടുപുഴ മന്ദാരക്കടവിലെ പിതൃതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ചു. ബലിതർപ്പണത്തിനുള്ള സാധനങ്ങളും കർമ്മികളും കടവിൽ സജ്ജരായിരുന്നു. സുരേഷ് ശാന്തി മാപ്രാണം, സന്തോഷ് ഇളയത് എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിലഹോമം, കൂവളപ്പറ എന്നിവ നടത്താനുള്ള സൗകര്യവും കടവിലുണ്ടായിരുന്നു. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിയിടാൻ എത്തുന്നവർക്ക് ഉപ്പുമാവ്, ചുക്കുകാപ്പി എന്നിവ സൗജന്യമായി നൽകുകയും ചെയ്തു. വസ്ത്രം മാറാനും സൂക്ഷിക്കാനും കുളിക്കാൻ ഷവർ സൗകര്യവും ഒരുക്കിയിരുന്നു. അഗ്നിരക്ഷാസേന, പോലീസ്, ആംബുലൻസ് എന്നിവ സുരക്ഷ ഒരുക്കുന്നതിനായുണ്ടായിരുന്നു. ബലിയിടാനെത്തുന്നവർക്കായി മന്ദാരം കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിരുന്നു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ചേർപ്പിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, KPCC അംഗം KK കൊച്ചു മുഹമ്മദ്, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, BJP മണ്ഡലം പ്രസിഡന്റ് V ശ്രീരാജ്, CN ഗോവിന്ദൻകുട്ടി, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, CPM റെഡ് ഫ്ലാഗ് M ജയകൃഷ്ണൻ, M നാരായണദാസ്, KN മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ ലോകത്തിന്റെ മുന്നിൽ ആ പാതയിൽ നടക്കാനുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. VS പോലെ നടക്കാനായില്ലാതിരിക്കാം. പക്ഷേ VS വെട്ടിത്തുറന്ന ഒരു പാതയുണ്ട്. ആ പാതയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ആ പാതയിൽ തുടരും. ആ പാത പിന്തുടരും. അതുതന്നെയാണ് VS നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മരണാഞ്ജലി. ജീവിച്ചിരുന്ന VS അല്ല, മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന VS. ഒരു സംശയവും വേണം. ജീവിച്ചിരുന്ന VSനേക്കാൾ മരണപ്പെട്ട VS ഈ സമൂഹത്തെ നയിക്കും. ആ ഓർമ്മകൾ, ആ ജീവിതം, ആ പോരാട്ടം, ആ സമരവഴികൾ, ആ നിലപാടുകൾ എല്ലാം രേഖപ്പെടുത്തി വെച്ചാണ് VS നമ്മെ വിട്ടുപിരിയുന്നത്. 2006 നിയമസഭാ ഇലക്ഷൻ സമയത്ത് പോളിറ്റ് ബ്യൂറോ തീരുമാനപ്രകാരം സഖാവ് VSനെയും സഖാവ് പിണറായി വിജയനും മത്സരിക്കണം എന്നുള്ള തീരുമാനമാണ്. ആ സമയത്ത് കേരളത്തിൽ അന്നു മുതൽ ഇന്നു വരെ ജനങ്ങൾ പൊതുരീതിയിൽ ഇറങ്ങി അദ്ദേഹം മത്സരിക്കുമെന്ന്
പ്രകടനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മലമ്പുഴയിൽ ആ വർഷം സ്ഥാനാർത്ഥിയായിരുന്നത്. ജനങ്ങളുടെ നേതാവായിരുന്നു എന്നത് അദ്ദേഹം ജനങ്ങളുടെ നേതാവായിരുന്നു എന്നുള്ളതിന് വലിയ ഉദാഹരണം നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുൻ പാസിംഗ് പറഞ്ഞതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സമരങ്ങളുടെ ആ സമരാഗ്നി അടുത്ത തലമുറയിലും അതേ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സമരമായിരുന്നു. സമരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പൊ ഇനി വരും തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ സമരാഗ്നി പകർന്നു നൽകി അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ പാഠമാക്കിയ ഈ അവസരങ്ങൾ വരുന്ന തലമുറയ്ക്കും അതിനുള്ള സമരങ്ങൾ നയിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഇടപെടാനും പ്രത്യയശാസ്ത്രങ്ങളിൽ ഊന്നിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമരനായകന്മാരായി അടുത്ത തലമുറയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യത്വങ്ങൾക്കും രാഷ്ട്രീയ മൂല്യങ്ങൾക്കും വേണ്ടിയും ജീവിതം ഉയർത്തിപ്പിടിച്ച നേതാവാണ് ശ്രീ അച്യുതാനന്ദൻ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി അനുസ്മരണ പ്രസംഗത്തിൽ പറയുകയാണ്. തികച്ചും അത് സത്യസന്ധമായി ശരിയായ ഒരു കാര്യമായിട്ടാണ് സമൂഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും മനുഷ്യാവകാശ ലംഘനം അതെവിടെ നടന്നാലും ചെറിയതായാലും വലുതായാലും അവിടെ ഓടിയെത്തി അവിടെ സമരങ്ങൾ നയിച്ച പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ സമരങ്ങൾക്ക് ഇടവേളകളില്ല, ബ്രേക്ക് ഡൗണുകളില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 82ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ഈ കാലഘട്ടത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ സീനിയറായ ആരും പൊതുപ്രവർത്തനത്തിൽ വേണ്ട എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വളരെ മുമ്പ് തന്നെ അതിജീവിച്ച വലിയ കർമ്മയോഗിയായിരുന്നു ശ്രീ അച്യുതാനന്ദൻ. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് രാമായണ മാസാചരണം നടന്നു. രാമായണ പാരായണത്തോടൊപ്പം വിപുലമായ പരിപാടികളും സംഘടിപ്പിച്ചു. ഗ്രാമത്തിലെ അമ്മമാരെയും കുട്ടികളെയും ഉൾപ്പെടുത്തി കർക്കിടകം 1 മുതൽ 7 വരെ 100-ൽ കൂടുതൽ പേർ ഒത്തുചേർന്ന് സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്ന തരത്തിലാണ് കൂട്ടായ്മ രാമായണ മാസാചരണം നടത്തുന്നത്. കർക്കിടകം 1 മുതൽ 7 വരെ രാമായണ പാരായണത്തിനൊപ്പം രാമായണ പ്രശ്നോത്തരി, കുട്ടികൾക്കായുള്ള കഥാപ്രവചന മത്സരം, അമ്മമാർക്കായുള്ള പാരായണ മത്സരം എന്നിവയും സാംസ്കാരിക സദസ്സിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 16ാമത് രാമായണ മാസാചരണത്തിന്റെ അവസാന ദിനത്തിൽ നാമജപയാത്ര, രാമായണ പാരായണം, ഭജന, ഭക്തി പ്രഭാഷണം, പ്രശ്നോത്തരി, മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടന്നു. ആഗോള ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദ ആത്മീയ പ്രഭാഷണം നടത്തി. കമ്മിറ്റി ഭാരവാഹികളായ AN ഉണ്ണികൃഷ്ണൻ, CK സുരേഷ് കുമാർ, AN രാമകുമാർ, PR ബാലൻ, PK രാമചന്ദ്രൻ, മാതൃസമിതി അംഗങ്ങളായ ബിന്ദു ശിവരാമൻ, അനിത രാമചന്ദ്രൻ, സ്മിത ഉണ്ണികൃഷ്ണൻ, സുജാത രാജൻ, ഗീത രാമകുമാർ, അജിത് അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KR സീത, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അനിൽ പുളിക്കൽ, N സ്വർണലത, ഷൈൻ നെടിയിരിപ്പിൽ, UK ഗോപാലൻ, VN രണദേവ്, ട്രിപ്രയർ പ്ലസ് ക്ലബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത്, TS മധുസൂദനൻ, KB ഹംസ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൻ്റെ 82ാമത്തെ വയസ്സിലാണ് മതികെട്ടാനിലേക്ക് യാത്ര ചെയ്തത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായിരുന്നുമെല്ലാം ഒട്ടേറെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചാണ് കടന്നുപോയത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ കുറിയ മനുഷ്യൻ്റെ വാക്കുകൾക്ക് നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാതോർക്കാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയിരുന്നത്.
ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും എല്ലാം അനുഭവിച്ച അദ്ദേഹം ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറെ പങ്ക് നിർവഹിച്ചാണ് കടന്നുപോകുന്നത്. ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ രാജേഷ് ചുള്ളിയിലിന് അനുമോദനവുമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് തഹസിൽദാരായി അതിനുശേഷം ഡെപ്യൂട്ടി കളക്ടറായിട്ട് എന്ന് മാറിയിരിക്കുകയാണ് ഈ രാജേഷ് സാർ. ഈ നമ്മുടെ ഈ നാടിൻ്റെ ഒരു അഭിമാനം. നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻപടിയ സ്കൂളിൽ ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അവിടെ തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. അപ്പം നമുക്കറിയാം, ഏത് ചെറിയ സ്കൂളിൽ പഠിച്ചാലും നമുക്ക് നമ്മുടെ നിശ്ചയദാർഢ്യം വെച്ച് മുന്നേറി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ എത്താം എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൃത്യമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൃത്യമായ അഭിനന്ദനങ്ങൾ ആദ്യമേ നേരുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ നാടിൻ്റെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അനുമോദിക്കാൻ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഓരോ അനുമോദനങ്ങളും എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇനിയും കൂടുതൽ ജീവിതത്തിൽ ഉന്നതിയിലെത്താനായിട്ട് കഴിയട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. 29 വർഷത്തെ സേവനത്തിൽ വില്ലേജ് ഓഫീസറായി തുടങ്ങി മികച്ച വില്ലേജ് ഓഫീസറായും തഹസിൽദാരായി സേവനം ചെയ്തതിൽ മികച്ച തഹസിൽദാരായും അവാർഡ് നേടുകയും ചെയ്ത ശേഷമാണ് ഡെപ്യൂട്ടി കളക്ടറായി രാജേഷ് ചുള്ളിയിൽ നിയമിതനായത്. അനുമോദന ചടങ്ങിൽ സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MP സജീവ്, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണക്കടവിൽ അണലിപ്പാമ്പിനെ കണ്ടത് ആശങ്കയായി. കാര വാക്കടപ്പുറത്ത് രാവിലെ ബലിയിടൽ കർമ്മങ്ങൾ നടക്കുന്നതിനിടെയാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. കടപ്പുറത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പ്. നാട്ടുകാരും പോലീസും വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ സജന മതിലകമെത്തി പാമ്പിനെ പിടികൂടി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തുണ്ടായിരുന്നു. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി പേർ ബലിതർപ്പണം നടത്തി. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ലിജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK ശേഖരൻ, KK അഭിലാഷ്, KM വിജയൻ, പ്രതാപൻ പനക്കൽ, സന്തോഷ് കൈതവളപ്പിൽ, പ്രതാപൻ കിഴക്കേ വീട്ടിൽ, KG സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കയ്പമംഗലം, വഞ്ചിപ്പുര, ഐരൂർ, ചാപ്പക്കടവ്, ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബൈജു ചന്ദ്രൻ, VK ചന്ദ്രശേഖരൻ, CK രാമു, ശിവപ്രകാശൻ, KR സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9255 രൂപ, പവന് 74,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിലും കർക്കിടക വാവ് ബലിതർപ്പണം നടത്താൻ ആറാട്ടുപുഴ മന്ദാരം കടവിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പ്രാപ്തി നേടിയെത്തിയത് ആയിരങ്ങൾ. VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ചെർപ്പിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് രാമായണ മാസാചരണം നടന്നു. രാമായണ പാരായണത്തോടൊപ്പം വിപുലമായ പരിപാടികളും സംഘടിപ്പിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.